നമസ്കാരം. വളരെ മനോഹരമായ ഒരു ചിത്രം, പച്ചയായ മനുഷ്യനോടൊപ്പമുള്ള ആ ചിത്രം, അതിനു പിന്നിൽ മാധവിക്കുട്ടിയുടെ വാക്കുകൾ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ആഘോഷിക്കപ്പെടുമ്പോൾ നന്മകളെക്കുറിച്ച് പറയാൻ സങ്കോചപ്പെടുന്നു. ഇതായിരുന്നു അത്രേ ആ ചിത്രത്തെക്കുറിച്ച് ദിവ്യ എസ് അയ്യർ IAS പറയാനുള്ളത്. താൻ തിരിച്ചറിഞ്ഞ പച്ചയായ മനുഷ്യൻ, ആ മനുഷ്യന് നൽകിയ ആദരവിൻ്റെ, സ്നേഹത്തിൻ്റെ ആശ്ലേഷം. ചിത്രം നൽകുന്നത് മധുരമാണെങ്കിൽ ആ ചിത്രത്തെക്കുറിച്ചുള്ള ദിവ്യ എസ് അയ്യരുടെ വാക്കുകൾ അതിലേറെ മധുരതരമാണ്. എന്തായിരുന്നാലും കേരളത്തിൽ ഇന്ന് ആ ചിത്രം ഒന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ ഇങ്ങനെ അതിനൊരു അടിക്കുറിപ്പ് ചേർത്തു. കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം, രാധേട്ട, രാധാകൃഷ്ണ, വല്യേച്ച, സർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് ഇന്ന് മുഖരിതമായിരുന്ന മന്ത്രിവസതിയിൽ യാത്രയക്കാനെത്തിയ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്നു പോയി. ആ ചിത്രം പോലെ തന്നെ മനോഹരമായ അടിക്കുറിപ്പ് കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇതിനോട് നിരവധി ആളുകളാണ് വളരെ നല്ല രീതിയിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇഷ്ടം അത് തോന്നുന്ന ആളിനോട് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ലിംഗമോ ഒന്നും വിലങ്ങതടിയാകാൻ പാടില്ല എന്ന വലിയൊരു സന്ദേശം കൂടി ആ ചിത്രത്തിന് പിന്നിലുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ചിന്തയും ഇല്ലാതെയാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ദിവ്യ എസ് അയ്യർ പങ്കുവച്ചത്. ചിത്രം ചിലർ വിവാദമാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ദിവ്യ എസ് അയ്യരുടെ ഭർത്താവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥനാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു: ശ്രീ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം ദിവ്യ അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ പോയിരുന്നു. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പിനോടൊപ്പം അന്നത്തെ ഫോട്ടോയും പഴയ 2 ഫോട്ടോയും പങ്കുവച്ചു. അതിൽ ഒരു ഫോട്ടോ ഇപ്പോൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും സജീവ ചർച്ചയാണ്. സംസ്ഥാന മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ ഔദ്യോഗിക പ്രോഗ്രാമിന് ശേഷം പത്തനംതിട്ട കളക്ടറുടെ വസതിയിൽ സന്ദർശനം നടത്തിയ ദിവസം എടുത്ത ഫോട്ടോയാണ് വൈറലായത്. അന്ന് അദ്ദേഹം ഞങ്ങളോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചു. രാത്രി ഭക്ഷണവും കഴിഞ്ഞാണ് തിരികെ പോയത്. ഏറെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം സ്ത്രീ പുരുഷ സമസ്യയിൽ ഇപ്പോൾ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. നെഗറ്റീവ് കമന്റ്സും മറ്റ് അപ്രസക്ത വാദങ്ങളും നോക്കാതിരുന്നാൽ മതി. അപ്പോൾ ഹാപ്പി സൺഡേ. അതാണ്, ആ കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സ്ത്രീ പുരുഷ സമസ്യയിൽ ഇത്തരം ആലിംഗനത്തിന് വളരെയധികം സ്ഥാനമുണ്ട്. അതിനെ മറ്റൊരു തലത്തിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പോലും തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് ശബരിനാഥന്റെ വാക്കുകൾ. പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടർ ആയിരിക്കുന്ന വേളയിൽ ആദിവാസി സമൂഹത്തിനിടയിൽ കെ രാധാകൃഷ്ണനും ദിവ്യ എസ് അയ്യരും പ്രവർത്തനങ്ങളുമായി എത്തിയിരുന്നു. അന്ന് ആദിവാസികളിൽ ഒരാളായി നിന്നുകൊണ്ട്, പച്ചയായ ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ആരിലും അദ്ദേഹത്തോട് ആദരവുണ്ടാക്കുന്നത് തന്നെയായിരുന്നു എന്നാണ് ദിവ്യ എസ് അയ്യർ പറയുന്നത്. അന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും ഒരു മാധ്യമങ്ങളിലും എത്തിയതായി നമുക്കറിവില്ല. എന്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ശ്രമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായി വരുന്നു. മറ്റു ചിലരുടെ പ്രവർത്തനങ്ങൾ പ്രമുഖ മാധ്യമങ്ങളിലും മറ്റും വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്നു എന്നും ചിന്തിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടന്നു എന്നറിയാൻ വേണ്ടി കാര്യമായ അന്വേഷണം തന്നെ നടത്തേണ്ടി വരുന്നു. അതിന് അഭിഭാഷകനായ ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വായിക്കേണ്ടി വരും. അദ്ദേഹം തൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഒരു വലിയ ചോദ്യം മാധ്യമങ്ങൾക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: മാധ്യമങ്ങൾക്കും ജാതിയുണ്ടോ? തുടർന്നാണ് കഴിഞ്ഞ 3 വർഷക്കാലത്ത് കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണന്റെ വെറും 3 വർഷത്തെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടപ്പിലാക്കിയ ഗംഭീര പുരോഗതികളെപ്പറ്റി നിങ്ങൾ ഏതെങ്കിലും മുഖ്യധാരാ പത്രങ്ങളിലോ ചാനലുകളിലോ പ്രത്യേക സമഗ്ര ഫീച്ചർ കണ്ടോ? ഞാൻ കണ്ടില്ല. 11,300-ലധികം പേർക്ക് സർക്കാർ ഭൂമി നൽകി. 3,700 കുടുംബങ്ങൾക്ക് 1 ഏക്കർ വെച്ച് വനഭൂമി പട്ടയം വിതരണം ചെയ്തു. 30,000-ഓളം പുതിയ വീടുകൾ, കൂടാതെ 17,000-ലധികം പഴയ വീടുകൾ പുതുക്കി നൽകി. പുതുതായി SC/ST വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദേശ പഠനത്തിനുള്ള സഹായം വഴി 700-ഓളം കുട്ടികൾ ഇന്ന് വിദേശത്ത് പഠിക്കുന്നു. ഒരാളുടെയെങ്കിലും ചിരി നമ്മൾ കണ്ടോ? ഉന്നത വിദ്യാഭ്യാസ സഹായത്തിന് ഉന്നതി പദ്ധതി,
പട്ടിക വിഭാഗത്തിനുള്ള ഫണ്ട് മറ്റു വകുപ്പുകൾ വക മാറ്റിവെക്കുന്നത് നിർത്തിച്ചത്. ജില്ലാതല പ്രോസിക്യൂഷൻ ഓഫീസുകളിലും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലും വരെ ഇന്റേൺഷിപ്പിന് പിന്നാക്ക വിഭാഗത്തിലെ നിയമ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയത്. വിദേശത്ത് പോയി പഠിക്കാൻ 25 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ്. കഴിഞ്ഞ 60 വർഷത്തിനിടെ ആ വകുപ്പിലുണ്ടായ ഇങ്ങനെ ഞാൻ അറിഞ്ഞത് മാത്രം വിപ്ലവകരമായ തീരുമാനം. അതിൻ്റെ ഗുണഭോക്താക്കളായ കുട്ടികളുടെ ബൈറ്റുകൾ നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ കണ്ടോ? ഏതെങ്കിലും സവർണ മന്ത്രിയോ സവർണ വകുപ്പുകളിലുള്ള പുരോഗതിയോ ആയിരുന്നെങ്കിൽ ഗ്ലാമറസായി അതൊക്കെ അവതരിപ്പിക്കപ്പെടുമായിരുന്നു. മിഡിൽ ക്ലാസിൻ്റെ പെറ്റി താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പുരോഗതിയാണ് ചെയ്തതെങ്കിൽ വനിതാ ഗൃഹലക്ഷ്മി എന്ന് വേണ്ട സകല കുടുംബ മാസികകളിലും ഓൺലൈൻ പൈങ്കിളി ചാനലുകളിലുമൊക്കെ കവർ പേജ് ഫീച്ചർ വന്നേനെ. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ ആദ്യത്തെ പൈലറ്റിനുള്ള കമേഴ്ഷ്യൽ ലൈസൻസ് നേടിയ സങ്കീർത്തനയും ആദ്യത്തെ എയർ ഹോസ്റ്റസായ ഗോപികയും മന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫീച്ചറുകൾ നമ്മളിൽ എത്ര പേർ കണ്ടു? ഇത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിലായി. സവർണ ലോകത്തിന്റെ ചുറ്റുവട്ടത്തൊന്നും രാധാകൃഷ്ണൻ മന്ത്രി ചെയ്ത വിപ്ലവങ്ങളുടെ ഗുണഭോക്താക്കളില്ല. നല്ല ഫണ്ടുള്ള വകുപ്പാണ് SC/ST ദേവസ്വം വകുപ്പുകൾ. നല്ലൊരു PR ടീമിനെയോ PRDയെയോ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ രാധാകൃഷ്ണൻ മിനിസ്റ്റർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് അദ്ദേഹം ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒരു ക്രെഡിറ്റും എടുക്കാതെ ഒതുങ്ങി തൻ്റെ കർത്തവ്യവുമായി പോയ ആളാണ് അദ്ദേഹം. ആ വകുപ്പ് ചെയ്ത നേട്ടങ്ങൾ സോഷ്യൽ മീഡിയയിലെ സൈബർ സംഘം പോലും പങ്കുവെച്ച് കണ്ടില്ല. ഒരു പ്രോട്ടോക്കോളും വലിപ്പച്ചെറുപ്പവും നോക്കാതെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു സർക്കാർ തൊഴിലാളി ഹഗ് ചെയ്ത് യാത്രയയക്കാൻ വരുമ്പോൾ വഴങ്ങുന്നതും ആ മനുഷ്യൻ്റെ എളിമയാണ്. പക്ഷെ അപ്പോൾ മാത്രമാണ് ആ മന്ത്രിക്കൊരു പബ്ലിക് സ്പേസ് വിസിബിലിറ്റി കിട്ടുന്നത് എന്നത് കഷ്ടമാണ്. നമ്മളെ വിവരമറിയിക്കുന്ന പത്രങ്ങൾക്കുമില്ലേ അബോധത്തിൽ ജാതിബോധം. ഇങ്ങനെയാണ് ഹരീഷ് വാസുദേവന്റെ ആ പോസ്റ്റ് അവസാനിക്കുന്നത്. അതിൽ തന്നെ എല്ലാമുണ്ട്. മാധ്യമങ്ങൾക്കെന്നും അത്തരത്തിലുള്ള വാർത്തകളോട് തന്നെയാണ് പ്രിയം. ഇവിടുത്തെ ചിലർ ചെറുതായി എന്തെങ്കിലും ചെയ്താൽ തന്നെ വാർത്തയാക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന മാധ്യമങ്ങൾ, PR ടീമുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, അങ്ങനെ കണ്ടുപരിചയിച്ച മലയാളിക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ എത്താതെ പോകുന്നതിനുള്ള കാരണം ഇതൊക്കെയാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ചെരുപ്പ് വാങ്ങിക്കൊടുത്തതും പൈലറ്റാക്കാൻ വേണ്ടി 25,000 രൂപ ഗൂഗിൾ പേ ചെയ്തതുമൊക്കെ വാർത്തയാകുമ്പോൾ രാധാകൃഷ്ണന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ വാർത്തയാക്കാൻ എവിടെയാണ് സമയം? എന്തായാലും ഒരു പച്ച മനുഷ്യനെ തന്നെയാണ് നമുക്ക് രാധാകൃഷ്ണനിലൂടെ കാണാൻ കഴിയും.